എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. 2026 ജൂലൈ 25 ശനിയാഴ്ച അതിശ്രേഷ്ഠമായ ദേവശയനി ഏകാദശി പുണ്യം നമ്മളിൽ നിറയാൻ പോവുകയാണ്. ഈ ഒരു അനുഗ്രഹത്തിന് ഇനി അടുത്തൊരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഭഗവാനെ ചേർത്തൊന്ന് പിടിക്കാനും നമ്മൾ അടുത്ത 4 മാസം കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സംശയം. അമ്മമാരെ, ഒരു കുഞ്ഞ് ദൂരെ ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് അമ്മ അവനെ വിളിച്ചിരുത്തും അല്ലേ? നെറ്റിയിൽ കൈവച്ച് അനുഗ്രഹിക്കും, പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കും. കാരണം കുറച്ചു നാളത്തേക്ക് ആ കുഞ്ഞ് അമ്മയുടെ അരികിൽ ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഭക്തിയുടെ വഴിയിലും ഈ ഒരു വിശേഷ നിമിഷം വരുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ദേവശയനി ഏകാദശി. ഈ ദിവസം ശ്രീഹരി വിഷ്ണു യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് സനാതന വിശ്വാസം. 4 മാസം ചാതുർമാസത്തിന്റെ പുണ്യകാലത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുമ്പോൾ ഒരമ്മയുടെ മനസ്സിൽ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും പറയാൻ കഴിയാത്ത സങ്കടങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഭഗവാന്റെ തിരുവടികളിൽ സമർപ്പിക്കാനുള്ള ഒരു വിശേഷ അവസരമായി ഈ ദിവസത്തെ ഭക്തർ കാണുകയാണ്. അമ്മമാരെ, ഭഗവാൻ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരമ്മ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് സമർപ്പിക്കേണ്ടത് ഭഗവാനായിട്ട്? ഈ ദേവശയനി ഏകാദശി എങ്ങനെ ഭക്തിയോടെ ആചരിക്കാം? 2026 ദേവശയനി ഏകാദശിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടൊന്ന് കാണണം കേട്ടോ. കാരണം ഈ 4 മാസം ഇനി ഈ ഒരു അവസരം നമ്മൾക്ക് ലഭിക്കുകയില്ല. എന്താണ് ദേവശയനി ഏകാദശി? ദേവ എന്നാൽ ഭഗവാൻ എന്നും ശയനി എന്നാൽ ഉറങ്ങുക എന്നുമാണ് അർത്ഥം. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ഈ ദിവസം മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് 4 മാസങ്ങൾക്ക് ശേഷം വരുന്ന ഉദ്ധാന ഏകാദശി നാളിലാണ് ഭഗവാൻ ഉണരുക. ഈ 4 മാസക്കാലത്തെയാണ് നമ്മൾ ചാതുർമാസകാലം എന്ന് വിളിക്കുന്നത്. ഇതിന് പിന്നിൽ മനോഹരമായ ഒരു കഥയുണ്ട് കേട്ടോ. പണ്ട് മഹാബലി ചക്രവർത്തി 3 ലോകങ്ങളും കീഴടക്കിയപ്പോൾ ദേവന്മാർ ഭയന്ന് വിഷ്ണു ഭഗവാന്റെ അരികിലേക്ക് ഓടിയെത്തി. ഭഗവാൻ വാമന അവതാരം എടുത്ത് 3-ാം പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ സുതല ലോകത്തിലേക്ക് അയച്ച കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാൽ മഹാബലിയുടെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ ഒരു വരം ചോദിക്കാൻ പറയുകയുണ്ടായി. തന്റെ കൊട്ടാരത്തിൽ കാവൽക്കാരനായി സുതല ലോകത്തിൽ കൂടെ ഉണ്ടാവണം എന്നായിരുന്നു മഹാബലി ചോദിച്ച വരം. ഭക്തന്റെ വാക്കു പാലിക്കാൻ ഭഗവാൻ സുതല ലോകത്തിൽ അങ്ങനെ കാവൽ നിന്നു. ഇതോടെ വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവി ഒറ്റയ്ക്കായി. ഭഗവാനെ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്മി ദേവി ഒരു സൂത്രം പ്രയോഗിക്കുകയുണ്ടായി. ഒരു സാധാരണ സ്ത്രീയുടെ വേഷത്തിൽ സുതല ലോകത്തിലെത്തി മഹാബലിക്ക് രക്ഷാബന്ധൻ ചരട് കെട്ടുകയുണ്ടായി. അങ്ങനെ മഹാബലിയെ ദേവി സഹോദരനാക്കി മാറ്റി. പകരമായി ഭഗവാനെ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടു. മഹാബലിക്ക് അതങ്ങനെ സമ്മതിക്കേണ്ടി വന്നു. എങ്കിലും ഭക്തനെ പൂർണ്ണമായി കൈവിടാൻ ഭഗവാൻ തയ്യാറായില്ല. വർഷത്തിൽ 4 മാസം ഞാൻ അങ്ങയുടെ കൂടെ വസിക്കാമെന്ന് ഭഗവാൻ മഹാബലിക്ക് വാക്ക് നൽകുകയും ചെയ്തു. ഈ 4 മാസമാണ് ഭഗവാന്റെ യോഗനിദ്ര അഥവാ ഉറക്കം. ഭഗവാൻ ഈ 4 മാസക്കാലം ഉറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് അമ്മമാർ ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുമ്പോൾ ഭൂമിയിൽ നെഗറ്റീവ് ഊർജത്തിന്റെ അല്ലെങ്കിൽ അസുര ശക്തികളുടെ സ്വാധീനം കൂടും എന്നാണ് പറയപ്പെടുന്നത്. ഈ 4 മാസക്കാലം ശുഭകാര്യങ്ങളായ വിവാഹം, ഉപനയനം, ഗൃഹപ്രവേശം തുടങ്ങിയവ ഒന്നും നമ്മൾ നടത്താറില്ല. കാരണം ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യം ഈ സമയത്ത് കുറവായിരിക്കും. അപ്പോൾ അമ്മമാരെല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഭഗവാൻ ഉറങ്ങാൻ പോവുകയാണ്. ഇനി 4 മാസം കാര്യമായ അനുഗ്രഹങ്ങൾ നേരിട്ട് ചൊരിയാൻ ഭഗവാൻ ഉണർന്നിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഭഗവാൻ കണ്ണടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ശക്തി ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ തുളസിത്തറയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെ നീ ഉറങ്ങിക്കോളൂ, പക്ഷെ എൻ്റെ മക്കളെ കാക്കാനുള്ള ചുമതല നിനക്കാണ് എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് കേൾക്കാതിരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കേൾക്കും അമ്മമാരെ. വെള്ളിയാഴ്ച മുതലുള്ള പ്രായോഗികമായ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. നമ്മുടെ ചാനലിലെ സ്ഥിരം അമ്മമാർക്ക് അറിയാവുന്നതുപോലെ ഏകാദശി വ്രതശുദ്ധി നമ്മൾ സാധാരണ ദശമി മുതലാണ് തുടങ്ങാറുള്ളത് അല്ലേ? നമുക്കറിയാം, ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസവും കൂടി ചേരുന്നതാണ് ഏതൊരു ഏകാദശി വ്രതവും എന്ന് പറയുന്നത് അല്ലേ? എന്നാൽ ഈ ദേവശയനി ഏകാദശിക്ക് നമ്മൾ ഒരു കാര്യത്തിൽ വളരെ വലിയ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് അമ്മമാർക്ക് പ്രാക്ടിക്കലായി വലിയ അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുള്ളത്.
അതെന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാം. അമ്മമാരെല്ലാവരും വളരെ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിക്കണേ കേട്ടോ. ഒന്നാമത്തെ കാര്യം, അമ്മമാരെ നമ്മൾ കലണ്ടർ നോക്കുമ്പോൾ ജൂലൈ 24 വെള്ളിയാഴ്ച ദശമിയാണല്ലോ എന്ന് കരുതി നമ്മൾ സാധാരണ പോലെ ഇരുന്നാൽ അവിടെ തെറ്റിപ്പോവും. അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം പറയുന്നത്. കാരണം വെള്ളിയാഴ്ച രാവിലെ, അതായത് നമ്മൾ ദശമിയാണെന്ന് കരുതുന്ന ഏകാദശി ദിവസത്തിന്റെ തലേ ദിവസം വെള്ളിയാഴ്ച രാവിലെ 9:12 തന്നെ ഏകാദശി തിഥി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളിൽ വലിയൊരു മാറ്റം അനിവാര്യമാണ്. നമ്മുടെ വീടുകളിലെ രാവിലെ സാധാരണ ഉണ്ടാക്കാറുള്ള ദോശ, ഇഡ്ഡലി, പുട്ട് അല്ലെങ്കിൽ വെള്ളയപ്പം, പാലപ്പം ഒക്കെ നമ്മൾ അരിപ്പൊടി കൊണ്ടോ അരി അരച്ച് ഉണ്ടാക്കുന്നതാണല്ലോ. വെള്ളിയാഴ്ച രാവിലെ 9:12 ഏകാദശി തിഥി തുടങ്ങുന്നതിനാൽ ഈ അരിഭക്ഷണങ്ങളെല്ലാം രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ കഴിച്ചു തീർക്കാൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ കുട്ടികളെ സ്കൂളിലോ കോളേജിലോ ഒക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ ഓഫീസിലേക്കൊക്കെ വിട്ട ശേഷം പതുക്കെ 9:30-ക്കോ 10 മണിക്കോ ഒക്കെ ആവും അമ്മമാരെല്ലാവരും പ്രഭാത ഭക്ഷണം കഴിക്കുക. അപ്പോഴേക്ക് എന്താണ് സംഭവിക്കുക? 9:12 ഏകാദശി തിഥി ആരംഭിച്ചിരിക്കും. അത് നിങ്ങളുടെ വ്രതശുദ്ധിയെ ബാധിക്കും. അതുകൊണ്ട് അന്ന് രാവിലെ മാത്രം ഒന്ന് പതിവിലും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി 9 മണിക്ക് മുൻപ് കഴിക്കാൻ പറ്റിയില്ല വെച്ചാല് പിന്നീട് അരി ഭക്ഷണം ഒഴിവാക്കി ഗോതമ്പോ, ഉപ്പുമാവോ, ചപ്പാത്തിയോ, ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പറ്റുവാണെങ്കിൽ ഒരു 9:12 മുൻപായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഗോതമ്പെന്ന് പറഞ്ഞു. അപ്പോൾ പലരും സംശയം ചോദിക്കും, ഏകാദശിയല്ലേ, ധാന്യ ആഹാരങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായിട്ടില്ലേ എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ സാധാരണ ഏകാദശി വ്രതത്തിൽ ധാന്യ ആഹാരങ്ങളെല്ലാം ഒഴിവാക്കി നിർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കി നിർത്തിക്കോളൂ കേട്ടോ. ഇനി രാവിലെ 9:12 കഴിഞ്ഞ് ഏകാദശി തിഥി വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് പകല് മുഴുവൻ നമ്മൾ അരിഭക്ഷണം ഒരിക്കലും പാടില്ല. ഒരിക്കലാണെന്ന് കരുതിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ദശമി ദിവസം ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ പോലെ ചോറുണ്ണും. എല്ലാവരും ഒന്നും കൂടി മനസ്സിൽ വിചാരിക്കുക, ദശമി ദിവസമല്ല, 9:12 വരെയുള്ളൂ ദശമി തിഥി. 9:12 മുതൽ ഏകാദശി തിഥി വെള്ളിയാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഉച്ചയ്ക്ക് ഒരിക്കലും ചോറ് കഴിക്കാൻ പാടില്ല. ഉച്ചയ്ക്കും രാത്രിയും പൂർണ്ണമായിട്ടും നമ്മൾക്ക്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഗോതമ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗോതമ്പിന്റെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ, ആഹാര കാര്യത്തിൽ അമ്മമാരെല്ലാവരും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധയിൽ വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുളസി നുള്ളി വെക്കുക എന്നതല്ലേ. നമ്മളെല്ലാവരും എന്താ ചെയ്യുക? നാളെ ഇപ്പോൾ ഏകാദശി ആണെങ്കിൽ തലേ ദിവസമായ ദശമി ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് മുൻപേ തുളസി നുള്ളി വെക്കണം എന്ന് ഞാൻ എല്ലാ വ്രത വീഡിയോയിലും പറയുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മൾക്ക് മനസ്സിലായി തലേ ദിവസം ദശമി തിഥി രാവിലെ തന്നെ തീരുകയാണ്, ഏകാദശി തിഥി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകാദശി തിഥിയിൽ നമ്മൾ തുളസി ദേവിയെ നുള്ളാൻ പാടുണ്ടോ? നമ്മളെ പോലെ തന്നെ ദേവിയും അത്രയും നൊയമ്പ് നോറ്റ് വ്രതമിരിക്കുകയാണ്, ഭഗവാന്റെ വ്രതം എടുത്തിരിക്കുകയാണ്, ഏകാദശി വ്രതം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ദേവി ആ ഒരു സമയത്ത് നമ്മൾ നുള്ളി നോവിക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം തുളസി നുള്ളി വെക്കുന്ന കാര്യത്തിലും രാവിലെ 9 മണിക്ക് മുൻപ് വെള്ളിയാഴ്ച, അതായത് ജൂലൈ 24 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് മുൻപായിട്ട് നമുക്ക് ആവശ്യമായ തുളസി ഇലകളെല്ലാം നുള്ളി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഒരുപാട് നേരത്തെയാണ് നമ്മൾ തുളസിയില നുള്ളി വെക്കേണ്ടതായിട്ടുള്ളത് അല്ലേ. ഒരു നനഞ്ഞ തുണിയിലോ പാത്രത്തിലോ സൂക്ഷിച്ച് വെക്കാൻ അമ്മമാരൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി 9 മണി കഴിഞ്ഞാൽ പിന്നെ തുളസി തറയിൽ നിന്ന് ഇലകൾ ഒരിക്കലും പറിക്കാൻ പാടില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ദയവായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാര കാര്യത്തിലും നാമജപത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഏകാദശി ദിവസത്തിന്റെ അതേ പ്രാധാന്യം തലേ ദിവസമായ ജൂലൈ 24 വെള്ളിയാഴ്ചയും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും ഈ ഒരു ഏകാദശി വ്രതത്തില് തലേ ദിവസം, അതായത് ജൂലൈ 24 വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അന്നേ ദിവസം മുഴുവൻ ഭഗവത് ചിന്തകൾ നാവിലും മനസ്സിലും നിറയണം. രാത്രിയിൽ നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളോ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനി ജൂലൈ 25 ശനിയാഴ്ച നമ്മുടെ ഏകാദശി വ്രത ദിവസമാണ്. അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ്. എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു ശുഭ്ര വസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെ മഹാവിഷ്ണുവിന്റെ, ഗുരുവായൂരപ്പന്റെ ഒക്കെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് വിളക്ക് നമ്മളെല്ലാ ഏകാദശി വ്രതത്തിലും സമർപ്പിക്കാറുള്ളത് പോലെ ചെറിയൊരു ശിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു നെയ് വിളക്ക് സമർപ്പിക്കുക. ബുദ്ധിമുട്ടുള്ളവർ വേണ്ട, സാധാരണ നിങ്ങൾ എന്നും നിലവിളക്ക് തെളിയിക്കുന്നത് പോലെ തെളിയിച്ചാൽ മതിയാവും. കഴിയുന്നവർ ഭഗവാൻ ഒരു നെയ് വിളക്ക് സമർപ്പിക്കുക. ഈ ഒരു സമയത്ത് കൈകൂപ്പി മനസ്സ് നിറഞ്ഞ് ഭഗവാനോട് അമ്മമാരെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുക.
ഈ ഒരു ദേവശൈനി ഏകാദശി വ്രതം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും എല്ലാം നമ്മൾക്ക് ഈ ഒരു സമയം ഭഗവാനോട് ചോദിക്കാം. മനസ്സിൽ ഈ ഒരു കാലയളവിൽ അമ്മമാരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു സങ്കല്പമായി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഉറപ്പായിട്ടും അമ്മമാരെ നോക്കിക്കൊള്ളൂ. ഭഗവാൻ 4 മാസം നിദ്രയിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് അമ്മ മനസ്സറിഞ്ഞ് കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി ചോദിക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഭഗവാൻ വേണ്ടാന്ന് വെക്കില്ല. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ, എന്തൊക്കെ സങ്കടങ്ങളാണോ, ഇതെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചോളൂ. ഉറപ്പായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ അമ്മയുടെ വിഷമങ്ങളെല്ലാം മാറുന്നതാണ്. ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരുന്നതാണ്. അന്നേ ദിവസവും പൂർണ്ണമായിട്ടും അന്യചിന്തകൾക്കൊന്നും മനസ്സിലിടം കൊടുക്കാതെ നാവിലും മനസ്സിലും നാരായണ നാമം തന്നെ നിറയണം. പകൽ ഉറക്കം ഒരിക്കലും പാടില്ല. എണ്ണ തേച്ച് കുളിയും അന്ന് പാടില്ല. രാത്രിയിൽ നമ്മൾക്ക് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനി അന്നേ ദിവസം രാവിലെ ഭഗവാന് പ്രിയപ്പെട്ട നിവേദ്യം എന്തെങ്കിലും ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുക. പാൽപായസമോ പഴവർഗ്ഗങ്ങളോ നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയുന്നത് എന്തെങ്കിലും ഒരു നിവേദ്യം ഭഗവാന് സമർപ്പിക്കുക. ഭഗവാൻ അത്രയും സന്തോഷമാവും. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന പുഷ്പങ്ങളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നുള്ളി വെച്ചിരിക്കുന്ന തുളസി ഇലകൾ ഉണ്ടല്ലോ, ഏകാദശി നാളിൽ തുളസി ഇല കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവ്വം അർച്ചന ചെയ്യുന്നവരെ താമര ഇലയിലെ വെള്ളം പോലെ പാപം തീണ്ടുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അത്യുത്തമമാണ്. അതിന് സാധിക്കാത്തവരും 3 തവണ ശ്രീരാമ മന്ത്രം ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഒരുപാട് പുണ്യമാണ്. ഭഗവാന്റെ മൂലമന്ത്രങ്ങളായ അഷ്ടാക്ഷരി മന്ത്രം, ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ 108 തവണ ജപിക്കുന്നത് സർവശ്രേഷ്ഠമാണ്. നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും എന്തു തന്നെ ആയാലും ഇതെല്ലാം അന്നേ ദിവസം നമ്മൾക്ക് അവിടെ ഇരുന്ന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. ഭഗവാൻ 4 മാസം യോഗനിദ്രയിലേക്ക് പോവുകയാണ്. ഇതിനു മുൻപ് അമ്മമാര് മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് കരഞ്ഞപേക്ഷിച്ചോളൂ. തീർച്ചയായിട്ടും ഭഗവാൻ അതെല്ലാം സാധ്യമാക്കി തരും. സങ്കടങ്ങളാണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അമ്മമാർക്ക് സമർപ്പിക്കാവുന്നതാണ്. ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവരോ ഒരു നേരം പഴങ്ങളോ അരി ആഹാരം ഒഴികെയുള്ള ധാന്യ ആഹാരങ്ങളോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ദേവശൈനി ഏകാദശി ദിനത്തിൽ തുളസി പൂജ അതിപ്രധാനമാണ് കേട്ടോ. മന്ത്രജപത്തോടെ തുളസിക്ക് നമ്മൾ 3 പ്രദക്ഷിണ വയ്ക്കുക. സർവ്വരോഗ ദുരിത പാപശാന്തിയാണ് ഫലം. തുളസിക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ തുളസി മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസി ദേവിക്ക് നമ്മൾ പ്രദക്ഷിണം വെക്കാനായിട്ട്. സന്ധ്യയ്ക്ക് അതുപോലെ തുളസി ചുവട്ടിൽ നമ്മളൊരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭി ക്ഷീരോദ മദനോത്ഭുതേ തുളസി ത്വം നമാമ്യഹം എന്ന ഈ തുളസി മന്ത്രം ജപിച്ചുകൊണ്ട് 3 തവണ തുളസി ദേവിക്ക് നമ്മൾ പ്രദക്ഷിണം ചെയ്യുക ഏറ്റവും ഐശ്വര്യമാണ്. അതുപോലെ നമ്മുടെ മക്കളുടെ കൈകൊണ്ട് ഒരു തുളസി തൈ നടിയിക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും ഉത്തമമാണ് കേട്ടോ ഏകാദശി വ്രത ദിവസങ്ങളിലൊക്കെ. അതവരുടെ പഠനത്തിനും ബുദ്ധി വളർച്ചയ്ക്കും ദോഷങ്ങളൊക്കെ മാറാനും ഏറ്റവും സഹായിക്കും. ഈ വ്രതം നോക്കുന്ന അമ്മമാർക്കായിട്ട് ഞാൻ ഈ വർഷത്തെ ദേവശൈനി ഏകാദശിയുടെ കൃത്യമായ സമയക്രമങ്ങളൊന്ന് പറയാം. നിങ്ങളൊന്ന് കുറിച്ചെടുത്തോളൂ കേട്ടോ. നമ്മുടെ കേരളത്തിലെ സമയം, അതായത് ഏകാദശി തിഥി വരുന്നത് ജൂലൈ 24 വെള്ളിയാഴ്ച രാവിലെ 9:12 മുതൽ ജൂലൈ 25 ശനിയാഴ്ച രാവിലെ 11:34 വരെയാണ്. ഇനി നമുക്ക് അറിയാം, ഹരിവാസര സമയം ഏതൊരു ഏകാദശി വ്രതത്തിലും അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിൽ, അതായത് നമ്മുടെ വീടുകളിൽ എത്തുന്ന അസുലഭമായ മുഹൂർത്തമാണ്. ഭഗവാൻ 4 മാസക്കാലം ഉറങ്ങാൻ പോവുകയാണ്, യോഗനിദ്രയിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ഭഗവാൻ നമ്മുടെ ഭവനത്തിൽ എത്തുന്ന ആ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എത്രമാത്രം അസുലഭമായ ഒരു മുഹൂർത്തമാണല്ലേ. ഈ സമയം പൂർണ്ണ ഉപവാസവും ഉറക്കമൊഴിക്കലും വളരെ ശ്രേഷ്ഠമാണ്. ഈ ഒരു സമയത്ത് ശനിയാഴ്ച വൈകിട്ട് 5:43 വരെ, അതായത് രാവിലെ തുടങ്ങി വൈകിട്ട് 5:43 വരെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം, അതായത് ജൂലൈ 26 ഞായറാഴ്ച മലരും തുളസിയിലെയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. പാരണ വീടേണ്ട സമയമെന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ 6:14 മുതൽ 8:45 വരെയുള്ള ഒരു സമയമാണ് കേട്ടോ. ഈ സമയത്തിനുള്ളിൽ വേണം നമ്മൾ തീർത്ഥം സേവിച്ച് പാരണ വീടേണ്ടതായിട്ട്. അമ്മമാരെ, ഭഗവാൻ ഉറങ്ങാൻ പോകുന്നത് കൊണ്ട് നമ്മൾ ആരും ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം ഭഗവാന്റെ യോഗനിദ്ര എന്നാൽ ലോകത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഉറക്കമാണ്.
എങ്കിലും ഒരമ്മയുടെ മനസ്സ് എപ്പോഴും മക്കളെ ഓർത്തിങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷമങ്ങളൊക്കെയും ഈ ശനിയാഴ്ച ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കൂ. എൻ്റെ കണ്ണാ, നീ ഉറങ്ങിക്കോളൂ, പക്ഷെ എൻ്റെ മക്കളെ നിന്റെ കൈവെള്ളയിൽ കാത്തുകൊള്ളണേ എന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുക കേട്ടോ. ഈ ചാതുർമാസക്കാലം മുഴുവൻ ആ അനുഗ്രഹം ഉറപ്പായിട്ടും അമ്മമാരുടെ മക്കളുടെ കൂടെ ഉണ്ടാവും. ഈ അറിവ് ഒട്ടനവധി അമ്മമാരിലേക്ക് എത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അമ്മമാരുടെ മക്കളുടെ നാളും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയിൽ ചേർക്കാവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുടെ മേലും സദാസമയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.